എന്നാ നമസ്കാരം. ഇതിലാരാ? അതിലാരാണെങ്കിൽ എടുത്തു കളഞ്ഞേ കേട്ടാ. അതല്ല, ഇതിൽ ഏത് പേരാണെന്ന്. എത്ര പേരുണ്ട്? ഇതിൽ 5 പേരുണ്ട്. അതിൽ 5ാമത്തെ ആളാണ് ഞാൻ. ഏത്? പങ്കജാക്ഷിയാ? അല്ല, വീട്ടുകാരുടെ കാര്യമൊക്കെ ചേട്ടൻ എന്തിനാണ് കേട്ടാ? അറിയാവുന്നത് ചേട്ടാ. നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ താമസം? അല്ല, അങ്ങ് അമേരിക്കയിൽ. അവിടുത്തെ ഗവൺമെന്റ് മാറിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അവിടെ റേഷൻ കാർഡിലെ അരിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു. വിരളേക്ക് ഏത് പതുക്കെ പിടിക്കണ കേട്ടാ. പെണ്ണിന്റെ ശബ്ദം കൊള്ളാല്ലേ കേട്ടാ. OTP വന്നാ പറഞ്ഞു തരുമോ? അയ്യോ, എനിക്കവർ അറിഞ്ഞൂടാ ചേട്ടാ, സത്യം. അമേരിക്കയിലല്ലേ? ഓ കൊള്ളാം. ചേട്ടാ, ചേട്ടനാണോ OTP? അറിയില്ല. അല്ലെന്ന്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 5 പേർക്ക് കഴിക്കാനുള്ള അരി. സഞ്ചി എവിടെ? സഞ്ചി അകത്തെവിടെയെങ്കിലും കാണൂല ചേട്ടാ, നോക്കേട്ടാ. അപ്പോൾ സഞ്ചി ഇല്ലാതെയാണ് വന്നതല്ലേ? ഒന്നുമില്ല ചേട്ടാ, ശുദ്ധനാണ്. എന്ത് പറയാൻ, ചാക്കും സഞ്ചിയൊന്നും കൊണ്ടുവരാനില്ല. ഹലോ, റേഷൻ കട. എന്താ പരിപാടി? നമസ്കാരം. നിങ്ങൾക്ക് നമസ്കാരം. കുറച്ച് മണ്ണും കല്ലും ഒക്കെ കാണും. പാടത്ത് വളർന്നില്ല. ചേറി പാറ്റി വൃത്തിയാക്കി എടുത്താൽ മതി. കുഴപ്പമില്ല, വലിയ ഉപകാരം. ഫ്രീ ആയിട്ട് കല്ലും മണ്ണും അരിയാണ് തരണം. സഹോദരാ, ഇങ്ങ് വാ. എന്താണ് പിന്നെ അമേരിക്ക എന്നൊക്കെ വരുമ്പോഴേ ഒരു ജട്ടി വാങ്ങിക്കാനുള്ള പൈസ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഓ, ഉണങ്ങിയില്ല, അതുകൊണ്ട് ശരിയാണ്. മാമ ഓട്ടാ അണ്ണാ. ഭാഗ്യം കണ്ടില്ല. ശരിയണ്ണാ, നിങ്ങൾ എന്താ പരിപാടി കാണിച്ചേ? നിങ്ങൾ 2 കൊടുത്തിട്ട് വിടണമായിരുന്നു. ഡേയ്, ഇതൊക്കെ അടിച്ചു മാറണമെങ്കിൽ എന്തായിരിക്കും അവൻ്റെ ഗതികേട്? ഇനിയൊരു മതം ഇവിടെ വേണ്ട. നല്ല തണ്ടും തടി ഉണ്ടല്ലോ, പണിയെടുത്ത് തിന്നണം. നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ പോയി പറ, നീ അരി വാങ്ങിക്കാനല്ലേ വന്നത്, റേഷൻ വാങ്ങിച്ചോണ്ട് പോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വെറുതെ അല്ല ഈ നാട് നന്നാമത്തെ. ഏയ് ആൻറ്റോ, ഇങ്ങ് വാ. സാറേ, ഞാൻ വിളിക്കാമേ. സാറേ ചായ കുടിക്കണോടാ? ഓ, ഒരു ചായ. ഏയ് ഒരു ചായ. സാർ ഇപ്പം ഏത് സ്റ്റേഷനിൽ? ഞാനിപ്പോൾ ജയിലിലാണ്. ജയിലിൽ? ആ. സാറിനെയും പിടിച്ചകത്തിട്ടാ? എടാ, അവിടെ മെസ്സിലാണ്. ഓ, ബസ്സിലെ ഡ്രൈവറാ സാറേ? എടാ, നിന്നെപ്പോലുള്ളവന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി. ഓ, അതിൻ്റെ പേര് ഇപ്പം അങ്ങനെ ആക്കിയാ?